നിങ്ങൾക്ക് ലൈഫിൽ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഒരുപാട് ദൂരം ഒന്നും പോണ്ട. വളരെ ബഡ്ജറ്റ് ആയിട്ട് വളരെ നമ്മുടെ നാട്ടിന് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ ആയിരക്കണക്കിന് തത്തകൾ വന്നിങ്ങനെ ഫീഡ് ചെയ്യുന്ന സ്ഥലം. അബ്സല്യൂട്ട് സിനിമ എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാജിക് എന്ന് പറയാം. ഗംഭീരാണ്. എൻ്റെ ലൈഫിൽ ഞാൻ നിങ്ങളടുത്ത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കാഴ്ച നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ വുഡ് സജസ്റ്റ് ദിസ്. അതായത് ചെന്നൈയിൽ നിന്ന് നേരെ നമ്മൾ പോകേണ്ടത് ചിന്താരിപ്പേട്ടിലോട്ടാണ്. ചിന്താരിപ്പേട്ടിലുള്ള ഇയാൾ മുതലല്ലി സ്ട്രീറ്റ് ഉണ്ട്. അവിടെയാണ് ഈ വീടുള്ളത്. സുദർശൻ ഷാവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെയാണ് ഈ റൂഫ് ടോപ്പിൽ ഈ ഒരു മാജിക് ഒരുക്കുന്നത്. ഏകദേശം 15 വർഷത്തോളമായി ഇവർ ഈ റൂഫ് ടോപ്പിൽ ഇതുപോലെ ആയിരക്കണി തത്തകൾക്ക് ഇങ്ങനെ വിരുന്നൊരുക്കുന്നത്. രണ്ട് ക്യൂട്ടായ കപ്പിൾസ് ആണ് കേട്ടോ ഇവര്. സുദർശൻ ഷാവും അതുപോലെ തന്നെ അവരുടെ വൈഫ് വിദ്യയും. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഒക്കെയാണ്. കുടിക്കാനും വെള്ളം തരും അവിടെ ഇരിക്കും. പക്ഷെ നല്ല ക്രൗഡഡ് ആണെങ്കിൽ പോലും അവര് നമ്മളെല്ലാവരും ടേക്ക് കെയർ ചെയ്യും. എന്നിട്ട് ഇത് മുകളിൽ ഇതുപോലെ റൂഫ് ടോപ്പിൽ ഇങ്ങനെ പലക വെച്ചിട്ടുണ്ടാവും. അതിന്റെ അകത്ത് പുഴുങ്ങിയ അരിയിടും. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ കടലിടും. നമുക്കൊക്കെ പങ്കുചേരാം കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ തത്തകളും അതുപോലെ പീജിയൻസ് വന്നു തുടങ്ങും. കൂടുതൽ പീജിയൻസിനെക്കാട്ടി തത്തകളാണ് വരിക. അപ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയാണ്. നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന പോലൊന്നുമല്ല. ശരിക്കും അത് നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഇനി ഇരിക്കാനായിട്ട് ചെറിയൊരു ബാൽക്കണി പോലെ സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 4:30ക്ക് അവിടെ എത്തണം. എങ്കിലേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം അത്രയും ക്രൗഡ് ഉണ്ട്. നിങ്ങൾ മെയ്യഴകൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അരവിന്ദ് സ്വാമി ഇങ്ങനെ തത്തകൾക്ക് ഫീഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ഇവിടെ തന്നെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ സ്ഥലം ഒരുപാട് ഫേമസ് ആയിട്ട്. പക്ഷേ അതിനെക്കാട്ടി കൂടുതലായിട്ട് ഇതൊരു മെഡിറ്റേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ശരിക്കും മൊമെന്റിൽ ജീവിക്കുക എന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റും ഈ തത്തകളുടെ കാണുമ്പോൾ. ഓരോ തത്തകളും ഈ കടല കഴിക്കുന്നതും അതുപോലെ അരി കൊത്തി കഴിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തോ ഭാര്യയോ കാമുകിയോ അച്ഛനോ അമ്മയോ അവരാരെയും കൂട്ടി പോയി ഇത് കാണണം. ഞാൻ ഏകദേശം ഇവിടെ പോയിട്ട് ഒരു വർഷത്തോളമായിട്ടോ. ഞാൻ ചെന്നൈയുള്ള സമയത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അതേ സങ്കടം വന്നു കഴിഞ്ഞാലൊക്കെ പോയി ഇരുന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ കയറിയിട്ട് ബേർഡ് മാൻ ഓഫ് ചെന്നൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ലൊക്കേഷൻ കിട്ടും. തിരക്കുള്ള ദിവസങ്ങളാണെങ്കിൽ അപ്പോയിൻമെന്റ് ഒക്കെ എടുക്കണം. അപ്പോൾ ഒരു കാഴ്ച, അതായത് നിങ്ങൾ ലൈഫിൽ മിസ്സാവാൻ പാടില്ലാത്ത ഒരു കാഴ്ച നിങ്ങൾ കാണുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് പറയും. ഒരുപാട് വിദേശ യാത്രയൊന്നും പോകണമെന്നില്ല, പക്ഷേ ഇതുപോലത്തെ കുറച്ച് മൊമെന്റ്സ് ലൈഫിൽ കണ്ടാൽ തന്നെ ഇറ്റ് ഈസ് വാല്യൂഡ്. സോ ചെന്നൈ പോകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ബേർഡ് മാൻ ഓഫ് ചെന്നൈ ഒന്ന് കാണണം കേട്ടോ.